എറണാകുളം ജില്ലയിലെ വടക്കൻ പറവൂരിൽ പന്നക്കാട് എന്നൊരു സ്ഥലമുണ്ട്. അവിടെ ഒരു തുരുത്തുണ്ട്. ആ തുരുത്തിൽ 8 കുടുംബങ്ങൾ അധിവസിക്കുന്നു. ആ കുടുംബങ്ങളിലെ മനുഷ്യർക്ക് ചിലത് പറയാനുണ്ട്. നമുക്കത് കേൾക്കാം. എത്ര വർഷമായിട്ട് ലോട്ടറി കച്ചവടം? 4 വർഷത്തോളമായി. ഇവിടുത്തെ ജീവിതമൊക്കെ എങ്ങനെ പോകുന്നു? പന്നക്കാട് ഇപ്പോൾ താമസിക്കാൻ വന്നിട്ട് 15 വർഷത്തോളമായി. തുടക്കമൊക്കെ വേരിയേറ്റവും വിലർക്കം വെള്ളം കൊല്ലത്തിലുണ്ടായുള്ളൂ. ഇപ്പം അങ്ങനെയല്ല, സ്ഥിരമായിട്ട് വെള്ളം വന്നത്. ചിലപ്പോൾ ആഴ്ചയിൽ ഒരു 2 ദിവസമെങ്കിലും വെള്ളം കയറിയിരിക്കും. രാത്രിയിലൊക്കെ പുറത്ത് പോകുന്ന രാത്രി വന്നാൽ ഞാൻ വരെ ഇവിടെ വീണിട്ടുണ്ട് വെള്ളത്തിൽ. കാരണം നമുക്ക് ഈ ചവിട്ട് മനസ്സിലാവില്ല, വെള്ളം ഉണ്ടാവില്ലേ. ഈ വെള്ളം കയറുന്നതുകൊണ്ട് ആൾക്കാർക്ക് നടക്കാനോ പിടിക്കാനോ ഈ രോഗികളുണ്ടല്ലോ അവരെ കൊണ്ടുപോകാനോ ഒന്നും നടക്കണമെന്നില്ല. പിന്നെ കൊണ്ടുപോകണം തന്നെ 2 പേര് കുടിച്ച് കസര കൊണ്ടുപോയി തന്നെ നമുക്ക് പേടി. ഇവിടെ വീണാലെന്ന് ഉറപ്പത്ത് ഇത് വരണ്ട. ഇത്രം വരെ തന്നെ ഉണ്ടോ, ഇത്രം വരെ വരെ വെള്ളം ഇവിടെ. അതൊക്കെ രോഗികളായി നിൽക്കണൊക്കെ ഇവിടെ ക്യാൻസർ രോഗിയുണ്ട്. അതാണെങ്കിൽ സ്ട്രോക്ക് വന്ന് തളർന്നിരിക്കുന്ന വിളിച്ചാണ്. അപ്പുറത്താണെങ്കിൽ 2 പേര് രോഗികളുണ്ട്. അതിൻ്റെ ഇപ്പുറത്തുണ്ട് 2 പേര് രോഗികൾ. അത് നല്ല ബന്ധക്കാർ പോലും ഇവിടെ വരാൻ മടിയാണ്. ഇന്നാണോ ഇവിടെ താമസിക്കാൻ തന്നെ ഒരാൾക്കാർ വന്നു കഴിഞ്ഞാൽ അടച്ചിട്ട് വെള്ളം പന്നെ ഞാൻ ഇങ്ങോട്ട് വന്നില്ല എന്നാണ് പറയുന്നവർ. വെള്ളമില്ല, വഴിയില്ല. ഒരാൾ വന്നാൽ പാട് ഗ്യാസുകാരനൊക്കെ തല്ലിയലിച്ച് വീണൊക്കെയാണ് ഗ്യാസ് കൊണ്ടുവന്നത്. ഒരു കല്യാണങ്ങൾ വന്നാൽ വിരുന്ന് വന്നാലൊക്കെ ആളുകൾ തല്ലിയലിച്ച് വീണിട്ടോണം വീട്ടിൽ വരും. അത് വീണ് വഴിയില്ലാത്ത കാരണം. അപ്പം ഇവിടെ പാർക്കണ ഇവിടെ ഉള്ള മെമ്പർമാരാരാണ്, നിങ്ങളുടെ വാർഡിൽ ആരുമില്ല എന്നൊക്കെ വന്നൂർ ചോദിക്കുന്നുണ്ട്. ആ മുങ്ങിപ്പോവും, 8 വീട് മുങ്ങും വേനൽക്കാലത്തും വർഷകാലത്തും ഒക്കെ. അനിത. അതെ, ഞങ്ങള് വെള്ളപ്പൊക്കം വന്നപ്പോ ഈ വാടകയ്ക്ക് പോയി. പെര ഓടും മുതൽ മുങ്ങിയില്ലേ. ചികിത്സ അവിടെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലാണ്. അവിടെയാണ് കാണിച്ചേക്കണം. എനിക്ക് ഒറ്റക്ക് പോകാനുള്ള ഇതില്ല. അപ്പൊ ആങ്ങളെ പിടിച്ച് ചിലപ്പോഴൊക്കെ എടുത്തുകൊണ്ടെന്നാക്കും. ഞാൻ 2-3 പ്രാവശ്യം വീണിട്ട് ആങ്ങളെ പൊക്കിയെടുക്കണ. ഇതാ ആശുപത്രി കേസ് വന്നാലും ഇപ്പൊ പടിഞ്ഞാറേലുള്ളത് ഇളച്ചനാണ്. എടുത്തുകൊണ്ടാണ് കസേരയിൽ ഇരുത്തിക്കൊണ്ടാണ് കൊണ്ടുപോണത്. അത് എത്ര പേരാണ്. തെന്നി കഴിഞ്ഞാ പോയി. കുട്ടികളുടെ അവസ്ഥ ഇവിടെ ഒരു 8 വീടുണ്ട് ഈ തുരുത്തിൽ. വെള്ളം കയറി കഴിഞ്ഞാൽ ഈ മുറ്റത്തും വഴിയിലും ഒക്കെ വെള്ളം ഇരിക്കുള്ളൂ. അപ്പോൾ ഇവിടെ നിന്ന് പാൻറ്റും ഒക്കെ കൈ പിടിച്ചിട്ട് ആ റാമ്പിൻ്റെ വരെയും പോവും. ഞങ്ങൾ കാരണന്മാർ തോർത്തൊക്കെ ആയിട്ട് പോവും. എന്നിട്ട് അവിടെ ചെന്ന് അതൊക്കെ തുടച്ച് ഈ പാൻറ്റ് ഇട്ടിട്ടാണ് സ്കൂളിൽ പോകണം. ഈ മൂത്തത് ഇപ്പോൾ വലിയ ഡിഗ്രിക്ക് പഠിക്കണേണ്. അതും അങ്ങനെ തന്നെയാണ് പോകണം. അരനിക്കർ ഇട്ടിട്ട് പോയിട്ട് അവിടെ ചെന്നാണ് പാൻറ്റൊക്കെ ഇടണം. പിന്നെ അവിടെ നിന്ന് പെൺകിടാങ്ങൾ ജോലിക്ക് പോകണവരും ഇവരെ വീട്ടിൽ കയറി എന്നിട്ടാണ് ലെഗിൻസൊക്കെ ഇട്ട് പോകണം. ഈ കൊച്ചിനാണെങ്കിൽ വയ്യ എന്ന് പറഞ്ഞ് എൻ്റെ കാല് വേദന, എപ്പോഴും വെള്ളം നീന്തി അലർജി പോലെ അതിന് കാല് പൊട്ടുകയും അടയാളങ്ങളും ഒക്കെ വന്ന് സ്കൂളിൽ പോയിട്ട് 3 കൊല്ലമായി. നല്ല ഒരു ആഴ്ചയിൽ 2 ദിവസമൊക്കെ പോവുള്ളൂ. നല്ല വിശേഷം. ജീവിതമൊക്കെ എങ്ങനെ പോകുന്നു? അങ്ങനെ നടന്നു പോണ്. മത്സ്യത്തൊഴിലാളിയാണ്. അതിപ്പോ ഇല്ല. ഭയങ്കര ദുരിതമാണ്. ഇപ്പോൾ ഒരു അസുഖം വന്നിട്ടുണ്ടെങ്കിൽ പുള്ളിക്ക് അസുഖം എനിക്ക് വന്നിട്ട് കസേരയിൽ ഇരുത്തി കൊണ്ടുപോവുകയാണ് ചെയ്തത്. എന്ത് ചെയ്യാനാണ്? എന്തോരം വെള്ളമാണ്. 4 വശം പെരക്ക് ചുറ്റും വെള്ളമാണ്. വെള്ളം നീന്തിയാണ് ഇത് വന്നത്. പേരക്കിടാവ് വയറ്റിലേക്ക് കൊടുത്തേക്കണം. വയറ്റിലേക്ക് മോളെ കൊടുത്തേക്കണം പേരക്കിടാവാണിത്.
അപ്പം ആ സമയത്ത് വെള്ളം നീന്തി വന്ന അടയാളമാണത്. പ്രളയം വന്നതിന് ശേഷമാണ് കൂടുതൽ ബുദ്ധിമുട്ട് നമുക്ക് വന്നത് വെച്ചാൽ പ്രളയത്തിനൊപ്പം വന്ന ചെളികൾ പുഴയിൽ അടിഞ്ഞടക്കുകയാണ്. അതൊന്ന് വാരി കോരി ഞങ്ങളുടെ തിണ്ടു പിടിപ്പിക്കുകയാണെങ്കിൽ തന്നെയും ഞങ്ങൾക്ക് കുറച്ചൊക്കെ വെള്ളപ്പൊക്കത്തിൽ നിന്ന് ഒരു ഇത് കിട്ടും. ഞങ്ങൾക്ക് ഒരു വഴി പഞ്ചായത്ത് നിർമ്മിച്ച് തരാമെന്ന് പറയുന്നുണ്ടെങ്കിലും അതിൽ രണ്ട് വ്യക്തികളുടെ കൺസേൺ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. പഞ്ചായത്ത് തലത്തിലാണെങ്കിലും MLA ഓഫീസിൽ നിന്നാണെങ്കിലും എല്ലാം ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർ തന്നില്ല ഞങ്ങൾക്ക്. ഇവരുടെ ജീവിതം ഇങ്ങനെ തുടർന്നാൽ മതിയോ? അടിസ്ഥാന സൗകര്യങ്ങൾക്ക് ഇവർക്ക് അവകാശമില്ലേ? സംസ്ഥാന സർക്കാരിൻ്റെ 4ാം വാർഷിക ആഘോഷങ്ങൾക്കായി എറണാകുളത്തെത്തുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇവരുടെ ജീവിതം കാണണം. വേണുവിനൊപ്പം S. അരുൺ ശങ്കർ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.